ഹലോ, ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലൊരു സമൂസയുടെ റെസിപ്പി നോക്കാം. അതിനു വേണ്ടി ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത്, ഇനി അതിൻ്റെ കൂടെ തന്നെ സ്കിന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കാം. വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള ചെറുതായി അരിഞ്ഞതും പൊട്ടാറ്റോ കഷ്ണങ്ങളാക്കിയതും പിന്നെ കറിവേപ്പില അരിഞ്ഞതാണ് കേട്ടോ. ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ തുടങ്ങാം. പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒലീവ് ഓയിലാണ് എടുക്കാറ്. ഇനി സവാള 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ട്രാൻസ്പെറൻ്റൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടെ ചേർത്ത് മിക്സാക്കുക. അതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ മസാല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. സമൂസയുടെ ഓല 1-2 എടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഇതുപോലെ ബ്രൗൺ കളറാവുന്ന സമയത്ത് കോരി മാറ്റിയിട്ട് നമ്മുടെ മസാലയിലേക്ക് നന്നായിട്ട് കൈവച്ച് പൊടിച്ച് ചേർക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ വരാനുണ്ട് കേട്ടോ സമൂസയ്ക്ക്. ഇത് നമുക്ക് തട്ടുകടയിൽ നിന്ന് കിട്ടിയൊരു സീക്രട്ട് റെസിപ്പിയും കൂടെയാണ്. എന്നിട്ട് നമുക്ക് സമൂസ ചുറ്റാൻ തുടങ്ങാം. നന്നായിട്ട് ജോയിനായി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിവിടെ മുഴുവനും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.